ഹലോ യൂട്യൂബ് ഫാമിലി, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെയിലി ഗൈഡൻസ് തരാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഡെയിലി ഗൈഡൻസ് എടുത്താലോ? യൂണിവേഴ്സ്, എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂവേഴ്സ്, എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ ക്ലയൻസ്, ഇവർക്ക് കൊടുക്കാനുള്ള ഒരു ഡെയിലി അഡ്വൈസ് വേണം. യൂണിവേഴ്സ് ഏറ്റവും കൃത്യമായ ആൻസർ എനിക്ക് തരണേ. മദർ യൂണിവേഴ്സ്, എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ സോൾ ട്രൈബ്, ഇവർക്ക് കൊടുക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് അഡ്വൈസ് ഫോർ ടുഡേ. നിങ്ങളിൽ മിക്കവർക്കും ഒരു മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. മാനസിക ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ആൻസൈറ്റിയുടെ പ്രോബ്ലംസ് ഉണ്ട്, ചില ആൾക്കാർക്ക് ഡിപ്രഷൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ തെറാപ്പി എടുക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ തെറാപ്പി എടുക്കുക. ഇനി സ്വന്തമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു ഗട്ട് ഫീലിങ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ മെഡിറ്റേഷൻ ആണ് കേട്ടോ. മെഡിറ്റേഷൻ ചെയ്യുക, നല്ല രീതിക്ക് തന്നെ മെഡിറ്റേഷൻ ചെയ്യണം. നല്ല ഹെവി ആയിട്ട് തന്നെ ചെയ്യണം. ഹെവി എന്ന് വെച്ചാൽ ഒരു 1 hour കൂടുതൽ ചെയ്യരുത്, ഓവറായി പോകും. പറ്റുവാണെങ്കിൽ ഇടയിൽ ട്വൈസ് ത്രൈസ് മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാതെ ഇത് മാറത്തില്ല കേട്ടോ. നിങ്ങൾക്ക് എന്തോ ഒരു മിക്സ്ഡ് ഇമോഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് കൺഫ്യൂസ്ഡ് ആണ്, നല്ല കാര്യമാണോ അത് ചീത്ത കാര്യമാണോ, അങ്ങനെ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു ക്ലാരിറ്റി കിട്ടാത്തൊരു സിറ്റുവേഷൻ കേട്ടോ. ഇതിപ്പോൾ റിട്രോഗ്രേഡിൻ്റെ ഒക്കെ ടൈമാണ്. എല്ലാവരും സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. നമ്മൾ നല്ലതാണെന്ന് വിചാരിക്കുന്നത് ചീത്തതും, ചീത്തതാണെന്ന് വിചാരിക്കുന്നത് നല്ലതും ഒക്കെ ആയി തോന്നുന്ന ഒരു സമയമാണിത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലല്ല ഒരു കാര്യം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ്, ലവേഴ്സ് ഒക്കെ തമ്മിലാണെങ്കിൽ ഒരു ഡിസഗ്രിമെൻസിൻ്റെ ഒക്കെ ടൈം ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം അങ്ങനെ തന്നെ ആവണം എന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ പേടി കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാവാനും മതി. മനസ്സിലായോ? നിങ്ങളുടെ ഇൻസ്റ്റിങ്സ് എന്താണോ, നിങ്ങളുടെ ഇല്യൂഷൻസിനെ മറികടന്ന് നിങ്ങളുടെ ഗട്ട്സ് എന്താണോ പറയുന്നത് അത് കേൾക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ഇൻസ്റ്റെബിലിറ്റി ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു ആൻസർ കാത്തിരിക്കുന്നു, ആരെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എന്താവും അവരുടെ ചിന്ത, എന്താണ് അവർ പറയാൻ പോകുന്നതെന്നൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം എന്നുള്ളൊരു മെസ്സേജാണ് കേട്ടോ. ഇവിടെ 3 വന്നിരിക്കുന്നത്. നിങ്ങൾ കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരു പേടി, ഒരു ആൻസൈറ്റി അതുപോലുള്ള കാര്യങ്ങളൊക്കെ തോന്നാനായിട്ട് പറ്റിയൊരു ടൈമാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്നൊരു തീരുമാനം എടുത്തു ചാടി കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഇതാണ് നിങ്ങൾക്ക് ഇന്നത്തെ ഗൈഡൻസ് എന്ന് പറയുന്നത്. എല്ലാവരും നന്നായിട്ട് തന്നെ ഇരിക്കുക. എന്ന് നിങ്ങൾക്ക് വേണ്ടി ഗൈഡൻസ് ഇടുന്നുണ്ട്. നിങ്ങൾ ഗൈഡൻസ് കേൾക്കുക, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. പ്രത്യേകം ഓരോരുത്തർക്ക് വെച്ചിട്ട് മെസ്സേജ് അയച്ച് ഗൈഡൻസ് തരാനുള്ള സമയം എനിക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് തന്നെ ഇരിക്കുക. നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മെൻ്റൽ ഹെൽത്ത് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. എക്സസൈസ് ഒക്കെ ചെയ്യാൻ പോവാൻ പറ്റുന്നവർക്ക് എക്സസൈസ് ചെയ്യാൻ പോവുക. നിങ്ങളുടെ മൈൻഡ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നെഗറ്റീവ് അടിച്ച് അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ചെയ്യുന്നത് മണ്ടത്തരമായി പോവും. ഒന്നും നിങ്ങൾക്കൊരു നല്ല ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കാതെ വന്നു പോവും. അങ്ങനെ വരാതിരിക്കട്ടെ. നന്നായിട്ട് തന്നെ മുന്നോട്ട് പോവാം. മെഡിറ്റേഷൻ മസ്റ്റാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മെഡിറ്റേഷൻ ചെയ്യാണ്ടിരിക്കരുത്. ഡെയിലി ഒരു 10 മിനിറ്റ്സ് എങ്കിലും മെഡിറ്റേഷന് വേണ്ടി മാറ്റി വെക്കുക. മൈൻഡ് എന്നാൽ മാത്രമേ സ്റ്റേബിൾ ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. സന്തോഷമായിട്ടിരിക്കുക. ഈ മൂഡ് സ്വിങ്സ് ഒക്കെ എടുത്ത് മാറ്റി വെക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ, റിട്രോഗ്രേഡിൻ്റെ ടൈമാണ്. ഈ സമയത്ത് മൂഡ് സ്വിങ്സ് കൂടുതലായിരിക്കും, സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കണ്ടതിനും എല്ലാ കാര്യത്തിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാം ഒരുപാട് നന്ദിയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. ഇനി ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.